ഈ സ്ഥലത്ത് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നീയാ എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നത്. എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രിയൻചേട്ടന്റെ അമ്മയുടെ മനസ്സ് മാറ്റിയത് നീയാണെന്ന് എനിക്കറിയാം. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രിയൻചേട്ടന്റെ അമ്മയെപ്പോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും പ്രിയൻചേട്ടനെയും സ്വീകരിക്കണം. അതിനും നീ തന്നെ കനിയണം ഭഗവാനെ. അതിനുശേഷം ഞാൻ ഒരാവശ്യവും പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. നീ ചെയ്തെന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ മാത്രമേ ഞാൻ നിന്റെ മുന്നിലേക്ക് വരാറുള്ളൂ. സാധാരണ മീരയാണ് കൃഷ്ണ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാറ്. ഇപ്പൊ നീയും തുടങ്ങിയോ? അങ്ങനെയൊന്നല്ല. എന്തൊന്നുമില്ലെന്ന്. ഇവൾക്ക് കുറച്ച് ഭക്തി കൂടുന്നതിൽ എന്താ കുഴപ്പം? ഇവൾ ആഗ്രഹിച്ചതുപോലെ ഗന്ധർവൻ ആരാണെന്ന് കണ്ടുപിടിച്ചില്ലേ? പ്രിയന്റെ അമ്മ ഇവരുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? ആഗ്രഹങ്ങളെല്ലാം സാധിച്ചേരുന്ന ദേവനാവുമ്പോ ഭക്തി കുറച്ച് കൂടും. കൃഷ്ണനോട് ഭക്തി കാണിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവളെ സഹായിച്ചത് കൃഷ്ണൻ മാത്രമാണോ? നമ്മൾ സഹായിച്ചില്ലേ? കൃഷ്ണനോട് നന്ദി പറയുന്ന പോലെ നമ്മളോട് നന്ദി പറയണം. പ്രിയന്റെ അമ്മ ഇവരുടെ കല്യാണത്തിന് ഓക്കെ പറഞ്ഞതും ഇവള് നമ്മളെന്നും മൈൻഡ് ചെയ്യാതെയായി. അതാ എന്റെ വിഷമം. അങ്ങനെയൊന്നും ഇല്ലടി. വേണ്ട വേണ്ട, നിനക്ക് ഞങ്ങളോട് ഒരു സ്നേഹവും ഇല്ല. അല്ലെങ്കിലും ഇവളെന്തിനാ നമ്മളോട് കൂട്ടു തുടരുന്നേ? വൈകാതെ ഇവളുടെ കല്യാണം കഴിയും. പിന്നെ ഇവള് പ്രിയന്റെ വീട്ടിലായിരിക്കില്ലേ താമസിക്കുക. പിന്നെ ഈ ഹോസ്റ്റലിൽ കിടക്കുന്ന നമ്മളെയൊക്കെ ഇവൾ ഓർക്കുക പോലും ഇല്ല. ഇവള് മാത്രമല്ല, പ്രിയനും ആളാകെ മാറി. പ്രിയന്റെ അമ്മ ഓക്കെ പറഞ്ഞ വിവരം നമ്മളെ ഒന്ന് അറിയിക്ക പോലും ചെയ്തില്ല. ഇവരെങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല മീര. നീ പ്രിയനെ വിളിക്കും. വേണ്ട മീരെ, നീ വിളിക്ക്. എന്താ മീര? ഇത് ജെന്നിഫർ ആണ്. ആ പറ ജെന്നിഫർ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പ്രിയ. അതെ പ്രിയ, ഞാനും പ്രിയൻ ഇത്രയും ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? പ്രിയൻചേട്ടാ ഇവരും ഞാൻ എന്ത് തെറ്റാ ചെയ്തേ പറ. ഓ, അപ്പൊ അതും ഞാൻ തന്നെ പറയണോ അല്ലേ? ചെയ്ത തെറ്റ് എന്താന്ന് പോലും അറിയില്ലല്ലേ? നിങ്ങൾ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞൂടെ? പ്രിയന്റെ അമ്മ നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ച വിവരം ഞങ്ങൾ ഇന്ന് അറിയിക്കാൻ പോലും തനിക്ക് മനസ്സ് വന്നില്ലല്ലോ. അത് വളരെ മോശമായി പോയി. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എന്താ ചിരിക്കുന്നേ? ഇതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? അമ്മ സമ്മതിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഞങ്ങൾ എന്തുമാത്രം സഹായിച്ചെന്നുള്ള കാര്യം പ്രിയ മറന്നു അല്ലേ? നിങ്ങൾ എന്നെ കളിയാക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോ എന്ത് ചെയ്താലാണ് നിങ്ങൾ നിർത്താന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ, അങ്ങനെ വഴിക്ക് വന്നാ തനിക്ക് കൊള്ളാം. ഞങ്ങക്ക് ചെലവ് ചെയ്യണം. പാറുവിന്റെ കൂട്ടുകാരികളാ, വെറുതെ കളിയാക്കാൻ വേണ്ടി ഓരോന്ന് പറയുക. ആ ഹോസ്റ്റലിലെ പെൺകുട്ടികളാണോ? ആ അതെ. നീ ഫോണിങ്ങിതാ, ഞാൻ സംസാരിക്കാം. എന്താടി ചെലവിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും പ്രിയ മിണ്ടാതായല്ലോ. നിന്റെ ഭാവി ഭർത്താവ് ഭയങ്കര പിശുക്കനാണല്ലേ? എന്റെ മോൻ പെശിക്കനാണെന്ന് എന്നോട് തന്നെ പറയാൻ മാത്രം ധൈര്യം ആയോ നിങ്ങക്ക്?